ശ്രീകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായം അതിലെ 20-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാ ത്രയോവിംശോऽധ്യായ. മൈത്രേയ ഉവാച ദൃഷ്ട്വാത്മാനം പ്രവയസമേകദാ വൈന്യാത്മവാൻ ആത്മനാ വർദ്ധിതാശേഷസ്വാനുസർഗ പ്രജാപതി ജഗതസ്ഥസ്ഥുഷശ്ചാഭിവൃത്തിദോ ധർമ്മഭൃൽസ്തതാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ ജഗ്നിവാൻ ആത്മജേഷ്വാത്മജാമ്യസ്യ വിരഹാദ്രുതതീമിവ പ്രജാസു വിമനസ്വേക സദാ രോഗാത്തപോവനം തത്രാപ്യദാഭ്യനിയമോ വൈഖാനസസുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുരാ കന്ദമൂലഫലാഹാരശുഷ്കപർണാശന ക്വചിത് അഭക്ഷ കതിചിത് പക്ഷാൻ വായുഭക്ഷസ്തതഃ പരം ഗ്രീഷ്മേ പഞ്ചതപാ വീരോ വർഷാസ്വാസാരഷാൺമുനി ആകണ്ഠമഗ്ന ശിശിര ഉദകേ സ്ഥണ്ഡിലേശയഃ തിദിക്ഷുര്യതവാഗ്ദാന്ത ഊർധ്വരേതാജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണമചരത്തപ ഉത്തമം തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമാമലാശയഃ പ്രാണായാമൈഃ സന്നിരുദ്ധ ഷഡ്വർഗശ്ചാന്നബന്ധന സനൽകുമാരോ ഭഗവാൻ യദാ ഹ്യാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷം അഭജൽ പുരുഷർഷഭ ഭഗവദ്ധർമ്മിണഃ സാധോ ശ്രദ്ധയായ തതസ്സദാ ഭക്തിർഭഗവതി ബ്രഹ്മണ്യനന്യവിഷയാഭവത് തസ്യാനയാ ഭഗവതഃ പരികർമ്മശുദ്ധഃ സത്വാത്മനസ്തദനു സംസ്മരണാനു പൂർത്തിയാ ജ്ഞാനം വിരക്തിമദഭുന്നിശിതേന യേന ചിച്ഛേദ സംശയപദം നിജജീവകോശം ഛിന്നാന്യധീരധിഗതാത്മഗതിർനിരീഹ സ്തത്യജേച്ഛിനദിദം വയുനേന യേന താവന്ന യോഗഗതിഭിര്യതിരപ്രമത്തോ യാവദ്ഗദാഗ്രജകഥാസുരതിം ന കുര്യാത് ഏവം സവീരപ്രവരസംയോജ്യാത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജസ്വം കളേബരം ഖാന്യാകാശേ ദ്രവം തോയേ സംപീഡ്യപായും പാഷ്ണിഭ്യാം വായുമുത്സാരേൻ ശനൈ നാഭ്യാം കോഷ്ഠേഷവസ്ഥാപ്യ ഹൃദുര കണ്ഠശീർഷണി ഉത്സർപ്പയം സ്തുതം മൂർധ്നി ക്രമേണാവേശ്യ നിസ്പൃഹഃ വായും വായൗക്ഷിതൗ കായം തേജസ്തേജസ്യൂയുജൽ ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിമംഭസി തത്തേജസ്യദോ വായൗ നഭസ്യമും ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമുന്യുൽകൃഷ്യ മഹത്യാത്മനി സന്തതേ തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യഥാ തം ചാനുശയമാത്മസ്ഥം അസാവാനുശയീ പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥോ ജഹാത് പ്രഭു അർച്ചിർനാമ മഹാരാജ്ഞീ തൽപത്ന്യാനുഗതാവനം സുകുമാര്യതദർഹാ ച യത്പദ്ഭ്യാം സ്പർശനം ഭുവഃ അതീവ ഭർതൃവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാചാരഷദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാപി സാ പ്രേയസ്കരസ്പർശനമാന നിർവൃതി. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ള 21-ാമത്തെ. ദേഹം വിപന്നാഖിലചേതനാദികം പത്യുപൃഥിവ്യാദേതസ്യ ചാത്മനഃ ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാ സതീ ചിതാമഥാരോപയദദ്രിസാനുനി. ദേഹം വിപന്നാഖിലചേതനാദികം പത്യുപൃഥിവ്യാ ദൈതസ്യ ചാത്മനഃ ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാ സതീ ചിതാമഥാരോപയദദ്രിസാനുനി. പതിവ്രതയായിരിക്കുന്ന ആ അർച്ചിസ്, തൻ്റെ ആ ഭർത്താവും ആ ഭൂമിയുടെ അധിപനും ആയിരിക്കുന്ന ആ പൃഥുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ദേഹത്തെ ശരീരം അദ്ദേഹത്തിൻ്റെ ആ ശരീരം എല്ലാ ചൈതന്യങ്ങളും നിലച്ചതായിട്ട് കണ്ടിട്ട് അല്പനേരം കരഞ്ഞു. അതിൽ പിന്നെ ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സജ്ജമാക്കിയിരിക്കുന്ന ചിതയിലേക്ക് കയറി എന്നാണ് പറഞ്ഞത്. ദേഹം
വിപന്നാഖിലചേതനാദികം, എല്ലാ ചൈതന്യങ്ങളും അറ്റുപോയിട്ടുള്ള ആ ദേഹം. ചേതനാദികം പത്യു, ആ പതിയുടെ, പൃഥിവ്യ, ആ ഭൂമിയുടെ അധിപനായിരിക്കുന്ന ആ പതിയുടെ, ദൈതസ്യ ചാത്മനഃ, ഭർത്താവ്, ദൈതസ്യ ഭർത്താവാണ്, ഭർത്താവായിരിക്കുന്ന തൻ്റെ പതിയുടെ, ആ പൃഥിവിയുടെ ആ അധിപനൊക്കെ ആയിരുന്ന ആ പതിയുടെ ആ ചേതനയേറ്റിട്ടുള്ള ആ ദേഹം കണ്ടിട്ട് ആലക്ഷ്യ കിഞ്ചിച്ച, കണ്ടിട്ട് അല്പനേരം വിലപിച്ചു. ആ അർച്ചിസ് വിലപിച്ചു. സാ സതി, പിന്നെ ആ സതിയായിരിക്കുന്ന അവള് ചിതാമഥാരോപയദ്രിസനുനീ, അതിൽ പിന്നെ ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സജ്ജമാക്കിയിരിക്കുന്ന ചിതാം, ആ ചിതയിലേക്ക് ആരോപയത് കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സതീ സാ, പതിവ്രതയായിരിക്കുന്ന അവൾ, ആത്മനഃ, തൻ്റെ, ദയിതസ്യ, ഭർത്താവും, പൃഥിവ്യാഹ, ഭൂമിയുടെ, പത്യുഹു ച, അധിപനും ആയ അദ്ദേഹത്തിൻ്റെ, ആ പൃഥുവിൻ്റെ ദേഹം, ശരീരം, വിപന്നാഖില ചേതനാധികം, എല്ലാ ചൈതന്യങ്ങളും നിശ്ചലമായത് കണ്ടിട്ട്, ആലക്ഷ്യ, എന്നെ കണ്ടിട്ട്, കിഞ്ചിച്ച, അല്പനേരം, വിലപ്യ, കരഞ്ഞു, അഥ, അതിൽ പിന്നെ, അദ്രിസാനുനി, ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സജ്ജമാക്കിയിരിക്കുന്ന ചിതാം, ആ ചിതയിലേക്ക് ആരോപയത്, കയറി. ഒന്നും കൂടി പറയാം. സതീ സാ, അതിവ്രതയായിരിക്കുന്ന ആ അർച്ചിസ് എന്നുള്ള മഹാരാജ്ഞി, ആത്മനഃ, തൻ്റെ, ദയിതാം, ഭർത്താവും, പൃഥിവ്യാഹ, ഭൂമിയുടെ, പത്യുഹു ച, അധിപനും ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ, പൃഥുവിൻ്റെ ദേഹം, ശരീരം, വിപന്നാഖില ചേതനാധികം, എല്ലാ ചൈതന്യങ്ങളും നിലച്ചു പോയതായിട്ട് ആലക്ഷ്യ, കണ്ടിട്ട്, കിഞ്ചിച്ച, അല്പനേരം, വിലപ്യ, കരഞ്ഞു, അഥ, അതിൽ പിന്നെ, അദ്രിസാനുനി, പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സജ്ജമാക്കിയിരിക്കുന്ന ചിതാം, ചിതയിലേക്ക് ആരോപയത്, കയറി. പതിവ്രതാരത്നമായിരിക്കുന്ന ആ അർച്ചിസ്, ആ സാമ്രാജ്യത്തിൻ്റെ അധിപനും തൻ്റെ പ്രിയതമനും ആയിരിക്കുന്ന പൃഥുവിൻ്റെ ദേഹം ചേതനാരഹിതമായിട്ട് കണ്ടിട്ട് കുറേ നേരം വിലപിച്ചു. അനന്തരം ആ പർവ്വതത്തിലെ താഴ്വരയിൽ ചിത നിർമ്മിപ്പിച്ച് ആ ഭർത്തൃദേഹം അതിൽ കയറ്റി വെച്ചു. അത് ശരി, കയറ്റി എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. ആ ചിതയിൽ ആ ശരീരം, ആ മൃതശരീരം ആ കയറ്റി, ആ ഭർത്താവിൻ്റെ ശരീരം കയറ്റി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കാം നമ്മൾക്ക് അർത്ഥം. ആ നദീജലത്തിൽ സ്നാനം ചെയ്ത് ഭൂനാഥനും തൻ്റെ പ്രാണനാഥനുമായിരിക്കുന്ന ആ പൃഥുവിൻ്റെ ചൈതന്യഹീനമായ ശരീരം കണ്ട് അല്പനേരം വിലപിച്ച് ആ പതിവ്രത പിന്നെ ആ പർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്തെ ചിതകൂട്ടി അതിൽ ഭർത്തൃശരീരം വെച്ചു. അപ്പോൾ ചിതയിൽ ആ ഭർത്തൃശരീരത്തെ വെച്ചു. ഭർത്തൃ സഹിതനായിട്ട് തപോവനത്തിലിരുന്ന സ്ഥിതിയെ സൂചിപ്പിച്ച ശേഷം ഭർത്തൃദേഹത്യാഗാനന്തരം എന്തു ചെയ്തുവെന്നതിനെപ്പറ്റി പറയുന്നു. ഭൂമിയെ പരിപാലിച്ചിരുന്ന തൻ്റെ പ്രിയതമൻ്റെ ശരീരം ചേതനാരഹിതവും സർവ്വചേഷ്ടകളിൽ നിന്ന് വിട്ടതുമായിട്ട് കണ്ടപ്പോൾ പതിവ്രതയായതുകൊണ്ട് ആ ഭർത്തൃസ്നേഹപാരവശ്യം നിമിത്തം അല്പം കരഞ്ഞു. അനന്തരം ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വിറകുകൾ ശേഖരിച്ച് ചിത കൂട്ടി ആ ഭർത്തൃശരീരത്തെ അതിന്മീതെ വച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എന്താ പറയണതെന്ന് നോക്കാം. സാ പതിദേഹം മൃത്യും പ്രാപ്തം ദൃഷ്ട്വാ, ആ അർച്ചിസ് എന്നുള്ള പത്നി പതിദേഹം, തൻ്റെ ഭർത്താവിൻ്റെ ദേഹം
മൃത്യും പ്രാപ്തം ദൃഷ്ട്വ മൃത്യുവിനെ പ്രാപിച്ചു എന്ന് കണ്ടിട്ട് കിഞ്ചിൽ കുറച്ചു നേരം വിലപിച്ചു. പർവ്വതശിഖരേ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ചിതാമാരോപ്യ ചിതയിൽ അത് കയറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. സാ പതിദേഹം മൃത്യും പ്രാപ്തം ദൃഷ്ട്വ ആ പതിവ്രതയായിരിക്കുന്ന ആ അർച്ചിസ് തൻ്റെ ആ പതിയുടെ ദേഹം ആ മൃത്യുവിനെ പ്രാപിച്ചതായിട്ട് ദൃഷ്ട്വ കണ്ടിട്ട് കിഞ്ചിൽ വിലപ്യ കുറച്ചു നേരം വിലപിച്ചു. പർവ്വതശിഖരെ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ചിതാമാരോപ്യ ചിതയിൽ ആ ശരീരത്തെ കയറ്റി വെച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്തത് 22-ാമത്തെ ശ്ലോകം. വിധായ കൃത്യം ഹൃദിനീജലാപ്ലുതാദത്വോദകം ഭർതൃരുദാരകർമ്മണ നത്വാദിവിസ്ഥാം സ്ത്രിദശാം സ്ത്രീപരീത്യ വിവേശവന്യം ധ്യായതിം ഭർതൃപാദൗ. വിധായ കൃത്യം ഹൃദിനീജലാപ്ലുതാ ദത്വോദകം ഭർതൃരുദാരകർമ്മണ നത്വാദിവിസ്ഥാം സ്ത്രിദശാം സ്ത്രീ പരീത്യ വിവേശവന്യം ധ്യായതി ഭർതൃപാദൗ. ആ ജലാശയത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ആ കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ മൃതദേഹത്തിന് വേണ്ട അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്തിട്ട് ഉദാരകർമ്മങ്ങൾ പലതും ചെയ്തിട്ട് ആ ഭർത്താവിന് നിവാപോദകം ദത്വ ആ ഉദകക്രിയ ചെയ്തു കൊടുത്തിട്ട് ആ ആകാശത്തിൽ സന്നിഹിതരായിരിക്കുന്ന ആ ദേവന്മാരെ നമസ്കരിച്ചിട്ട് ആ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചിട്ട് ആ അഗ്നിയെ 3 തവണ പ്രദക്ഷിണം ചെയ്തിട്ട് അതിലേക്ക് ആ അഗ്നിയിലേക്ക് ആ അർച്ചിസ് പ്രവേശിച്ചു. അപ്പോൾ വിധായ കൃത്യം വിധിപ്രകാരം വേണ്ട ആ കൃത്യങ്ങളെല്ലാം മരണാനന്തര കൃത്യങ്ങളെല്ലാം നടത്തിയിട്ട് ഹൃദിനീജലാപ്ലുതാ ജലാശയത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് കൃത്യങ്ങൾ ചെയ്ത് വിധായ ഹൃദിനീജലാപ്ലുതാ കൃത്യം വിധായ എന്നാണ് അവർ. ഉദാരകർമ്മണ ഉദാരകർമ്മങ്ങൾ പലതും ചെയ്തു, ഉദകക്രിയയൊക്കെ ചെയ്തു. ആ ഭർത്താവിന് ദത്വോദകം ഉദകക്രിയയൊക്കെ ചെയ്തു. ഭർതൃരുദാരകർമ്മണ വേണ്ട ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നത്വ നമസ്കരിച്ചു. ഉദകം ദത്വ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തിട്ട് ആ ദിവിസ്ഥാൻ നത്വ നമസ്കരിച്ചിട്ട് ഭർത്താവിന് ദിവിസ്ഥാം സ്ത്രിദശാം സ്ത്രീ പരീത്യ ആകാശത്തിലെ സന്നിഹിതരായിരിക്കുന്ന ത്രിദശന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. ആകാശത്തിൽ സന്നിഹിതരായിരിക്കുന്ന ദേവന്മാരെ നമസ്കരിച്ചു. ദേവന്മാരെയാണ് നമസ്കരിച്ചിട്ട് എന്നിട്ട് ഭർതൃപാദോ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. ത്രിദശാം സ്ത്രീ പരീത്യ വിവേശവന്യം ധ്യായതി ഭർതൃപാദോ ആ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചിട്ട് വന്യം അഗ്നിയെ 3 തവണ പരീത്യ പ്രദക്ഷിണം ചെയ്തിട്ട് വിവേശ അതിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴത്തെ പദങ്ങൾ നോക്കാം. ഹൃദിനീജലാപ്ലുത ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് കൃത്യം കർമ്മങ്ങൾ വിധായ ചെയ്ത് ഉദാരകർമ്മണ ഉദാരകർമ്മങ്ങൾ പലതും ചെയ്ത് ഭർത്തുഹു ഭർത്താവിന് ഉദകം നിവാപോദകം ഉദകക്രിയ ചെയ്തു ജലം കൊടുത്തു. ദത്വ കൊടുത്ത് ദിവിസ്ഥാൻ ആകാശത്തിൽ സന്നിഹിതരായിരിക്കുന്ന ത്രിദശാൻ ദേവന്മാരെ നത്വ നമസ്കരിച്ച് ഭർതൃപാദൗ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ധ്യായതി ധ്യാനിച്ചുകൊണ്ട് വന്യം അഗ്നിയെ 3 തവണ പരീത്യ പ്രദക്ഷിണം ചെയ്ത് വിവേശ അതിലേക്ക് പ്രവേശിച്ചു. ഒന്നും കൂടി പറയാം. ഹൃദിനീജലാപ്ലുത ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് കൃത്യം കർമ്മങ്ങൾ വിധായ ചെയ്ത് ഉദാരകർമ്മണ ഉദാരകർമ്മങ്ങൾ പലതും ചെയ്ത ശേഷം ഭർത്തുഹു ഭർത്താവിന് ഉദകം നിവാപോദകം ദത്വ ഉദകക്രിയ ചെയ്തു വെള്ളം കൊടുത്തു. ദിവിസ്ഥാൻ ആകാശത്തിൽ സന്നിഹിതരായിരിക്കുന്ന ത്രിദശാൻ ദേവന്മാരെ നത്വ നമസ്കരിച്ചിട്ട് ഭർതൃപാദോ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വന്യം അഗ്നിയെ 3 തവണ പരീത്യ പ്രദക്ഷിണം ചെയ്ത് വിവേശ അതിലേക്ക്
പ്രവേശിച്ചു. ശവസംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം അർച്ചിസ് സമീപത്തുള്ള സരസിൽ സ്നാനം ചെയ്തു. അത് ശരി, അതാണ് ഹൃദിനി. ശവസംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ആണ് അർച്ചിസ് ആ സമീപത്തുള്ള സരസിൽ സ്നാനം ചെയ്ത് വിശേഷ കർമ്മങ്ങൾ ചെയ്തവനായ ആ ഭർത്താവിൻ്റെ ഉദകക്രിയ നടത്തി. വിശിഷ്ട കർമ്മങ്ങൾ ചെയ്തവനായിരിക്കുന്ന ഭർത്താവിൻ്റെ ഉദകക്രിയ നടത്തി. ആകാശത്തിൽ സന്നിഹിതരായിരിക്കുന്ന ദേവന്മാരെ നമസ്കരിച്ചു. അനന്തരം ചിതയ്ക്ക് 3 തവണ പ്രദക്ഷിണം ചെയ്തു. ഭർത്താവിൻ്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് അതിൽ പ്രവേശിച്ച് ദേഹത്യാഗം ചെയ്തു. മരിച്ച ദിവസം തന്നെ ഉദകക്രിയ ചെയ്യാമെന്ന് പ്രമാണം ഉണ്ട്. പ്രഥമ, തൃതീയ, സപ്തമ, നവമേഷു ഉദകക്രിയ. ഗൗതമ സൂത്രം. അപ ന ശോശുച ദഖമനേന പിതൃദിങ്മുഖ. യാസ്കനിരുക്തം എന്നീ സ്മൃതിവാക്യം കൊണ്ട് സിദ്ധിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞ് ഋഗ്വേദത്തിലെ അപനഹ ശോശുച ദഖം എന്നാദിയായിരിക്കുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഉദകക്രിയയെ ചെയ്യാൻ. സ്ത്രീകൾക്ക് ശവസംസ്കാരാദി പിതൃക്രിയകൾ ചെയ്യുവാൻ അധികാരം ഉണ്ടെന്നതിൻ്റെ പ്രമാണമാണ് ഈ ശ്ലോകം. സ്ത്രീകൾ അന്ന് പിതൃകർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നാണ് ഇതിൽ തെളിയുന്നത്, ഈ ശ്ലോകം കൊണ്ട് തെളിയുന്നത്. ഈ ശ്ലോകം ഋഗ്വേദം 7-ാം അഷ്ടകം 8-ാം അധ്യായം 15 മുതൽ ആ വർഗങ്ങളുടെ ഋഷി കാക്ഷീവതി ഘോഷനാമ ബ്രഹ്മവാദിനിയാണ്. ആ വർഗങ്ങളിലെ മന്ത്രങ്ങളുടെ അടിസ്ഥാനം സ്ത്രീകൾക്കും പുരുഷന്മാരോട് തുല്യം കർമാധികാരം ഉണ്ടെന്നതാണ് ഇതിലൊക്കെ പറയുന്നത്. സ്ത്രീകൾക്ക് തുല്യ അധികാരം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അർച്ചിസ് അനുഷ്ഠിച്ചത് സതി എന്ന ആചാരമല്ല. വാനപ്രസ്ഥന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്ത് ദേഹത്യാഗം ചെയ്യുവാൻ ശാസ്ത്രസമ്മിതി ഉണ്ട്. വാനപ്രസ്ഥോ വീരാധ്വാനം ജ്വലനാംബു പ്രവേശനം ഭൃഗുപതനം വാനുതിഷ്ഠേത് എന്ന പ്രമാണം കൊണ്ട് യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നുണ്ട്. ഭാഷ്യത്തിൽ വിജ്ഞാനേശ്വരൻ ഉദ്ധരിക്കുന്നുണ്ട്. മഹാപ്രസ്ഥാനം, അഗ്നിപ്രവേശം, ജലത്തിൽ ദേഹത്യാഗം, പാറപ്പുറത്തു നിന്ന് കീഴ്പോട്ട് ചാടൽ എന്നിവയൊക്കെ ഇതിൽ പെടും. വാനപ്രസ്ഥനും സന്യാസിക്കും അന്ത്യദശയിൽ ഐകരൂപ്യം എന്നാണ് ആ മനുസ്മൃതി കൊണ്ട് മനസ്സിലാക്കുന്നത്. അഗ്നീൻ ആത്മനി വൈതാനാൻ സമാരോപ്യ യഥാവിധി അനഗ്നിരനികേത സ്യാൻ മുനിർമൂലഫലാശന. മനുസ്മൃതിയിൽ പറയുന്നു. ഇത്യാദികൾ വാനപ്രസ്ഥന്മാർക്ക് ആത്മന്യഗ്നീൻ സമാരോപ്യ ബ്രാഹ്മണ പ്രവ്രജേത് ഗൃഹാത് അനഗ്നിരനികേതസ്യ. മനുസ്മൃതിയിൽ പറയുന്നു. യോഗാഭ്യാസേന വാ തഥാ എന്ന് സ്മൃതിയിൽ പറയുന്നുണ്ട്. ആ യോഗാഭ്യാസം കൊണ്ട് സ്വീകരിച്ചിട്ടാണ് ആസാം മഹർഷിപര്യണാം ത്യക്താന്യതമയാ തനും. ഇപ്രകാരമാണ് ആ ഋതു മഹാരാജാവ് തൻ്റെ ശരീരം ഉപേക്ഷിച്ചത് എന്ന മാർഗം ആണ്. അപ്പോൾ ഈ യോഗമാർഗം തന്നെയാണ് അർച്ചിസും സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വിധായകൃത്യം, അപ്പോൾ ആ ശവസംസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഹൃദിനീ ജലാപ്ലുത, ആ സരസ്സിൽ മുങ്ങിയിട്ട് ദത്വോദകം, ഉദകക്രിയ ചെയ്ത് ഭർത്തൃദാരകർമ്മണ, ആ ഭർത്താവ് നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, ഉദാരകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഭർത്താവിന് വേണ്ടിയിട്ട് വെള്ളം കൊടുത്തിട്ട് നത്വ നമസ്കരിച്ചു. ആരെ? ദിവിസ്ഥാം, ആകാശത്തിൽ കാണപ്പെടുന്ന സ്ത്രിദശാം സ്ത്രീ, ആ ത്രിദശന്മാരെ, ദേവന്മാരെ നമസ്കരിച്ചിട്ട് 3 തവണ പരീത്യ, ആ പ്രദക്ഷിണം ചെയ്തിട്ട് വന്യം വിവേശ, ആ അഗ്നിയിൽ പ്രവേശിച്ചു. ധ്യായതി ഭർത്തൃപാദവും, ഭർത്തൃപാദത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ചിതാഗ്നിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നദീജലത്തിൽ സ്നാനം ചെയ്ത് ഉചിത കർമാനുഷ്ഠാനത്തിന് ശേഷം ഉദാരകർമാവായിരിക്കുന്ന ഭർത്താവിന് ഉദകക്രിയ ചെയ്തും ആകാശത്തിൽ നോക്കി നിൽക്കുന്ന ദേവന്മാരെ നമസ്കരിച്ച് 3 വട്ടം ചിത പ്രദക്ഷിണം വെച്ച ശേഷം ഭർത്തൃപാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു. ചിതയിൽ ഭർത്തൃശരീരത്തെ വെച്ചതിന് ശേഷം ചെയ്യേണ്ടതായിരിക്കുന്ന മറ്റു കാര്യങ്ങളെ ചെയ്തു. നദിയിൽ ഇറങ്ങി സ്നാനം കഴിച്ചു. പൃഥ്വി ദോഹനം മുതലായിരിക്കുന്ന മഹത്കർമ്മങ്ങളാൽ
സുപ്രസിദ്ധനായിരുന്ന ആ ഭർത്താവിന് ഉദകം സമർപ്പിച്ചു. സ്വർഗലോകത്തിൽ ഇരിക്കുന്ന ദേവന്മാരെ നമസ്കരിച്ചു. ഭർത്താവിൻ്റെ പാദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് അഗ്നിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. തൽക്കാലോചിതം കർമ്മ, തൽക്കാലം ആ ഉചിതമായിരിക്കുന്ന കർമ്മങ്ങൾ വിധായ ചെയ്തിട്ട്, സ്നാത്വ കുളിച്ച്, ഭർതൃരുദകം ഭർത്താവിന് ഉദകം ദത്വ വെള്ളം കൊടുത്ത്, സ്വർഗസ്ഥാൻ ദേവാൻ സ്വർഗസ്ഥാനീയരായിരിക്കുന്ന ദേവന്മാരെ നത്വ നമസ്കരിച്ചിട്ട്, വഹ്നിം ത്രിഹി പ്രദക്ഷിണീകൃത്യ അഗ്നിയെ 3 തവണ പ്രദക്ഷിണം ചെയ്ത, വഹ്നിം ത്രി പ്രദക്ഷിണീകൃത്യ അഗ്നിയെ 3 തവണ പ്രദക്ഷിണം വെച്ച്, ഭർതൃപാദൗ ധ്യായന്തി ഭർതൃപാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, വഹ്നിം വിവേശ വഹ്നിയിൽ പ്രവേശിച്ചു. ഒന്നും കൂടി പറയാം. തൽക്കാലോചിതം കർമ്മ വിധായ, തൽക്കാലം ഉചിതമായ ആ കർമ്മങ്ങൾ ചെയ്തിട്ട്, സ്നാത്വ കുളിച്ച്, ഭർതൃരുദകം ദത്വ ഭർത്താവിന് ഉദകം വെള്ളം കൊടുത്ത്, സ്വർഗസ്ഥാൻ ദേവാൻ സ്വർഗസ്ഥാനീയരായിരിക്കുന്ന ദേവന്മാരെ നത്വ നമസ്കരിച്ച്, വഹ്നിം ത്രി പ്രദക്ഷിണീകൃത്യ ആ അഗ്നിയെ 3 തവണ പ്രദക്ഷിണം ചെയ്ത്, ചിതാഗ്നിയെ 3 തവണ പ്രദക്ഷിണം ചെയ്തിട്ട്, ഭർതൃപാദൗ ധ്യായന്തി ഭർതൃപാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, വഹ്നിം വിവേശ ആ വഹ്നിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി വ്യാഖ്യാനം പറയാം. തൽക്കാലോചിതം കർമ്മ വിധായ സ്നാത്വ ഭർതൃരുദകം ദത്വ സ്വർഗസ്ഥാൻ ദേവാൻ നത്വ വഹ്നിം ത്രിഹി പ്രദക്ഷിണീകൃത്യ ഭർതൃപാദൗ ധ്യായന്തി വഹ്നിം വിവേശ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 23-ാമത്തെ ശ്ലോകം. വിലോക്യാനുഗതാം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടുപുർവരദ ദേവൈർദേവപത്ന്യ സഹസ്രശഃ. വിലോക്യാനുഗതം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടുപുർവരദ ദേവൈർദേവപത്ന്യ സഹസ്രശഃ. സാധ്വിയായിരിക്കുന്ന ആ ആർച്ചിസ്, വീരവരഹ ആ മഹാവീരവരനും സ്വഭർത്താവുമായിരിക്കുന്ന പൃഥുവിനെ അനുഗമിച്ചതായിട്ട് കണ്ടു. വിലോക്യ അനുഗതാം സാധ്വീം ആ ഭർത്താവിനെ അനുഗമിച്ചതായിട്ട് കണ്ടിട്ട്, ഇങ്ങനെയുള്ള പൃഥും വീരവരം പതിയും വീരനായിരിക്കുന്ന പതിയായിരിക്കുന്ന ആ പൃഥുവിനെ അനുഗമിച്ചതായിട്ട്, ആ സാധ്വിയായിരിക്കുന്ന അർച്ചസ് അനുഗമിച്ചതായിട്ട് കണ്ടിട്ട്, തുഷ്ടുപുർവരദാ ദേവൈർ ദേവന്മാരോട് കൂടിയവരും, വരദാഹ വരപ്രദാനത്തിന് പ്രാപ്തകളും ആയിരിക്കുന്ന ദേവപത്ന്യ ദേവപത്ന്യ ആയിരക്കണക്കിന് ദേവപത്നിമാര് സന്തോഷിച്ചു. തുഷ്ടുവു സ്തുതിച്ചു. ദേവപത്നിമാര് ആയിരക്കണക്കിന്, സഹസ്രശഃ ആയിരക്കണക്കിന് ദേവപത്നിമാര് അവിടെ നിന്നിട്ട് സ്തുതിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. വിലോക്യ അനുഗതം സാധ്വീം ആ സാധ്വിയായിരിക്കുന്ന അർച്ചിസ് അനുഗതാം ആ പൃഥുവിനെ അനുഗമിച്ചതായിട്ട് വിലോക്യ കണ്ടിട്ട്, എങ്ങനെയുള്ള പൃഥു? വീരവരം പതി വീരവരനായിരിക്കുന്ന ആ പതിയായിരിക്കുന്ന ആ പൃഥു ഇങ്ങനെ പൃഥുവിനെ അനുഗമിച്ചതായിട്ട് കണ്ടിട്ട് തുഷ്ടുവൂർ സന്തോഷിച്ചു. വരദ വരം കൊടുക്കാൻ കഴിവുള്ള ദേവപത്ന്യ ദേവന്മാരുടെ ദേവപത്നികൾ, സഹസ്രശഃ ആയിരക്കണക്കിനുള്ള ദേവപത്നികൾ, തുഷ്ടുവുഹു അവർ സ്തുതിച്ചു, ആ അർച്ചിസിനെ സ്തുതിച്ചു എന്നർത്ഥം. അപ്പോൾ പദങ്ങൾ നോക്കാം. സാധ്വീം സാധ്വിയായ അർച്ചിസ്, വീരവരം മഹാവീരനും പതിം സ്വഭർത്താവുമായിരിക്കുന്ന പൃഥുവിനെ അനുഗതാം അനുഗമിച്ചതായിട്ട് വിലോക്യ കണ്ടിട്ട്, ദേവൈഹി ദേവന്മാരോട് കൂടിയവരും, വരദാഹ വരപ്രദാനത്തിന് പ്രാപ്തകളും ആയിരിക്കുന്ന സഹസ്രശഃ ആയിരക്കണക്കിന് ദേവപത്നിമാർ തുഷ്ടുവുഹു സ്തുതിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലെ വിധായ കൃത്യം ഹൃദിനീ ജലാപ്ലുതാ ദത്തോദകം ഭർതൃദാര കർമ്മണ നത്വാദിവിസ്ഥാം സ്ത്രിദശാം സ്ത്രീ പരീത്യ വിവേശവന്യം ധ്യായതീ ഭർതൃപാദൗ. ഇതിലത്തെ അന്വയം വന്നിട്ട് ഹൃദിനീ ജലാപ്ലുതാ കൃത്യം വിധായ ഉദാരകർമ്മണ ഭർത്തുഃ ഉദകം ദത്വാ.
ദിവിസ്ഥാൻ ത്രിദശാൻ നത്വാ ഭർതൃപാദൗ ധ്യായന്തി ഭർതൃപാദൗ ധ്യായതി വഹ്നിം ത്രിഹി പരീത്യ വിവേശ എന്നുള്ളതാണ് ഇവിടുത്തെ അന്വയം വരാം. ഒന്നുകൂടി പറയാം. ഹൃദിനീജലാപ്ലുതാ കൃത്യം വിധായ ഉദാരകർമ്മണഃ ഭർത്തുഃ ഉദകം ദത്വാ ദിവിസ്ഥാൻ ത്രിദശാൻ നത്വാ ഭർതൃപാദൗ ധ്യായതി വഹ്നിം ത്രിഹി പരീത്യ വിവേശ. ആ ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് ആ കർമ്മങ്ങൾ ചെയ്ത് ആ ഉദാരകർമ്മങ്ങൾ പലതും ചെയ്ത ആ ഭർത്താവിന് നിവാപോദകം കൊടുത്ത് ആ ആകാശത്തിൽ സന്നിഹിതരായിരിക്കുന്ന ദേവന്മാരെ നമസ്കരിച്ച് ആ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ അഗ്നിയെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് അതിലേക്ക് പ്രവേശിച്ചു. അപ്പം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വിലോക്യാനുഗതാം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടുവർ വരദാ ദേവൈർ ദേവപത്ന്യ സഹസ്രശഃ. അപ്പം സാധ്വീം വീരവരം പതിം പൃഥും അനുഗതാം വിലോക്യ. അസാധ്വിയായിരിക്കുന്ന അർച്ചിസ് മഹാവീരനും സുഭർത്താവുമായിരിക്കുന്ന പൃഥുവിനെ അനുഗമിച്ചതായിട്ട് കണ്ടിട്ട് ദേവൈഹി വരദാഹ ദേവന്മാരോടുകൂടിയവരും വരപ്രദാനത്തിന് പ്രാപ്തകളും ആയിരിക്കുന്ന സഹസ്രശഃ ആയിരക്കണക്കിന് ദേവപത്ന്യ തുഷ്ടുവു സ്തുതിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് സാധ്വീം വീരവരം പതിം പൃഥും അനുഗതാം ത്വയി അനുഗതാം വിലോക്യ ദേവൈഹി വരദാഹ സഹസ്രശഃ ദേവപത്ന്യഃ തുഷ്ടുവുഃ. എന്നുകൂടി പറയാം. സാധ്വീം വീരവരം പതിം പൃഥും അനുഗതാം ദൃഷ്ട്വാ വിലോക്യ ദേവൈഹി വരദാഹ സഹസ്രശഃ ദേവപത്ന്യഃ തുഷ്ടുവുഃ. സാധ്വിയായ അർച്ചിസ് മഹാവീരനും സ്വഭർത്താവുമായിരിക്കുന്ന പൃഥുവിനെ അനുഗമിച്ചതായി കണ്ട് ദേവന്മാരോട് കൂടിയവരും വരപ്രദാനത്തിന് പ്രാപ്തകളും ആയിരിക്കുന്ന ആയിരക്കണക്കിന് ദേവപത്നിമാരെ സ്തുതിച്ചു. വീരാഗ്രികണ്യനും തൻ്റെ ഭർത്താവുമായ പൃഥുവിനെ അനുഗമിച്ച ആ സാധ്വീരത്നമായിരിക്കുന്ന അർച്ചിസിനെ വരങ്ങൾ നൽകുവാൻ പ്രാപ്തരായ ദേവസ്ത്രീകൾ ഭർതൃസഹിതകളായി സ്തുതിച്ചു. വീരന്മാരിൽ ശ്രേഷ്ഠനും തൻ്റെ ഭർത്താവുമായിരിക്കുന്ന പൃഥുവിനെ അനുഗമിച്ചു. അവളെ കണ്ട് അവരം നൽകുന്ന ആയിരക്കണക്കിന് ദേവസ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് അവരെ സ്തുതിച്ചു. അപ്പോൾ പരമപുരുഷാർത്ഥത്തെ പ്രാപിപ്പാൻ തക്കവിധം ഇന്ദ്രിയജയം പ്രാപിച്ച ആ വീരശ്രേഷ്ഠനും സ്വഭർത്താവുമായിരിക്കുന്ന പൃഥുവിനെ അനുസരിച്ച് ആ ശരീരത്യാഗം ചെയ്ത ആ പതിവ്രതയെക്കുറിച്ച് ആ ഭർതൃസഹിതകളും അഭീഷ്ടവരം കൊടുക്കുവാൻ സാമർത്ഥ്യകളും ആയിരിക്കുന്ന അനേകം ദേവപത്നിമാരെ അവരെ സ്തുതിച്ചു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. തഥാ സഹസ്രശോ അപ്പോൾ ആയിരക്കണക്കിന് ദേവപത്ന്യസ്തുഷ്ടു ദേവപത്നിമാരെ സ്തുതിച്ചു എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. തഥാ സഹസ്രശോ അപ്പോൾ ആയിരക്കണക്കിന് ദേവപത്ന്യ സ്തുഷ്ടു ദേവപത്നിമാർ സന്തോഷിച്ചു. തഥാ സഹസ്രശോ ദേവപത്ന്യസ്തുഷ്ടു എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്ലോകം 24. കുർവത്യഃ കുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽ സ്വമരതൂര്യേഷു ഗൃണന്തി സ്മ പരസ്പരം. കുർവത്യഃ കുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽ സ്വമരതൂര്യേഷു ഗൃണന്തി സ്മ പരസ്പരം. ആകാശത്ത് നിന്ന് ദേവദുന്ദുഭികൾ അങ്ങനെ നദത്സു മുഴങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ആ ഇടതടവില്ലാതെ ആ പുഷ്പങ്ങളെ ഇങ്ങനെ വർഷിച്ചുകൊണ്ട് ആ ദേവസ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു, പരസ്പരം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പൂർവത്യഃ ഇടതടവില്ലാതെ കുസുമാസാരം ആ പുഷ്പങ്ങളെ വിതറിക്കൊണ്ട് പുഷ്പവർഷം തൂകിക്കൊണ്ട് തസ്മിൻ അവിടെ ആ മന്ദരസാനുനി ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ആ തസ്മിൻ മന്ദരസാനുനി ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ നദൽ സ്വമരതൂര്യേഷു ആകാശത്തു നിന്ന് നദൽസു ദേവദുന്ദുഭികൾ
അമരതൂര്യേഷു ദേവദുന്ദുഭികൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ ഗൃണന്തിസ്മ ഇങ്ങനെ പരസ്പരം ഗൃണന്തിസ്മ പരസ്പരം ഇങ്ങനെ ആ ദേവസ്ത്രീകൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു അതാണ് പറയുന്നത്. അപ്പോൾ കുർവത്യഃ കുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽ സ്വമരതൂര്യേഷു ഗൃണന്തി സ്മ പരസ്പരം. പോലത്തെ പദങ്ങൾ അമരതൂര്യേഷു ആകാശത്ത് നിന്ന് ദേവദുന്ദുഭികൾ നദൽസു മുഴങ്ങിക്കൊണ്ടിരിക്കെ തസ്മിൻ മന്ദരസാനുനി ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കുസുമാസാരം കുർവത്യഃ ഇടതടവില്ലാതെ പുഷ്പവർഷം തൂകിക്കൊണ്ട് പരസ്പരം ആ ദേവസ്ത്രീകൾ പരസ്പരം ഗൃണന്തിസ്മ ഇങ്ങനെ പറഞ്ഞു. അമരതൂര്യേഷു ആകാശത്തു നിന്ന് ദേവദുന്ദുഭികൾ നദൽസു മുഴങ്ങിക്കൊണ്ടിരിക്കെ തസ്മിൻ മന്ദരസാനുനി ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കുസുമാസാരം കുർവത്യഃ ഇടതടവില്ലാതെ പുഷ്പവർഷം തൂകിക്കൊണ്ട് പരസ്പരം ആ ദേവസ്ത്രീകൾ പരസ്പരം ഗൃണന്തിസ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തെ അന്വയം വന്നിട്ട് അമരതൂര്യേഷു നദത്സു തസ്മിൻ മന്ദരസാനുനി കുസുമാസാരം കുർവത്യഃ പരസ്പരം ഗൃണന്തിസ്മ. ഒന്നും കൂടി പറയാം. അമരതൂര്യേഷു നദത്സു തസ്മിൻ മന്ദരസാനുനി കുസുമാസാരം കുർവത്യഃ പരസ്പരം ഗൃണന്തിസ്മ. ആകാശത്തു നിന്ന് ആ ദേവദുന്ദുഭികൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഇടതടവില്ലാതെ പുഷ്പവർഷം തൂകിക്കൊണ്ട് ആ ദേവസ്ത്രീകൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ മന്ദരപർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ അവർ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവവാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ അവർ ആ മഹതിയുടെ അപദാനങ്ങൾ വാഴ്ത്തുമാറ് പരസ്പരം മഹതിയുടെ ആ അർച്ചിസ് എന്നുള്ള ആ മഹാരാജ്ഞിയുടെ അപദാനങ്ങൾ വാഴ്ത്തുമാറ് ആ ആശയങ്ങൾ പരസ്പരം കൈമാറി. അപ്പോൾ ദമ്പതിമാരായിരിക്കുന്ന അവർ ഒരേ സമയത്ത് ശരീരം വെടിഞ്ഞ് ആ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുമ്പോൾ ദേവന്മാരുടെ ചോദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ സമയം ആ ദമ്പതിമാരുടെ തപോവനമായിരുന്ന ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ പുഷ്പവർഷം കൊണ്ട് ആ ദേവികൾ അന്യോന്യം ഇങ്ങനെ സംഭാഷണം ചെയ്തു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. മന്ദരാചല സാനുനി മന്ദരാചല പർവ്വതത്തിൻ്റെ സാനുക്കളിൽ പുഷ്പവൃഷ്ടിൻ കുർവത്യഃ പുഷ്പവൃഷ്ടിയെ ചെയ്ത് സത്യോ ദേവവാദ്യേഷു ദേവദുന്ദുഭികളൊക്കെ നദത്സു മുഴക്കിക്കൊണ്ട് പരസ്പരം ജഗതു അവർ ആ സ്ത്രീകൾ പരസ്പരം ആ ദേവസ്ത്രീകൾ പരസ്പരം ജഗതുഹു പറഞ്ഞു. മന്ദരാചല സാനുനി പുഷ്പവൃഷ്ടിം കുർവത്യഃ മന്ദരപർവ്വതത്തിൻ്റെ സാനുക്കളിൽ പുഷ്പവൃഷ്ടികളെ ചെയ്തുകൊണ്ട് സത്യോ ആ സത്യമായും ആ ദേവവാദ്യേഷു ആ ദേവവാദ്യങ്ങളൊക്കെ നദസ്സു മുഴക്കിക്കൊണ്ട് പരസ്പരം സത്യമായ വാക്കുകളെ ജഗതുഹു പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ഒന്നും കൂടി പറയാം. മന്ദരാചലസാനുനി പുഷ്പവൃഷ്ടിം കുർവത്യഃ സത്യോ ദേവവാദ്യേഷു നദത്സു പരസ്പരം ജഗതുഹു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 25-ാമത്തെ ശ്ലോകം. ദേവ്യ ഊജു അവർ പറയുകയാണ് ദേവസ്ത്രീകൾ ദേവപത്നിമാർ. അഹോ ഇയം വിധുർധന്യാ യാ ചൈവം ഭൂഭുജാം പതിം സർവാത്മനാ പതിം ഭേജേ യജ്ഞേശം ശ്രീർവധൂരിവ. അഹോ ഇയം വധൂർധന്യാ യാ ചൈവം ഭൂഭുജാം പതിം സർവാത്മനാ പതിം ഭേജേ യജ്ഞേശം ശ്രീർവധൂരിവ. കുലീനയായിരിക്കുന്ന ഇവൾ ഇയം വധൂ ഇവൾ ധന്യയാണ്. കാരണം ആ രാജാധിരാജനായിരിക്കുന്ന സ്വഭർത്താവിനെ ആ ലക്ഷ്മീദേവി ആ യജ്ഞപതിയായിരിക്കുന്ന ശ്രീഹരിയെ എന്ന പോലെ ഇങ്ങനെ എല്ലാവിധത്തിലും ഭജിച്ചിരിക്കുന്നു. ആശ്ചര്യം, ഇങ്ങനെ എല്ലാവിധത്തിലും ഭജിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അഹോ ഇയം വധൂർധന്യ ഇവൾ കുലസ്ത്രീയായിരിക്കുന്ന ഇവൾ ധന്യയാണ്. യാ ചൈവം ഭൂഭുജാം പതിം കാരണം ആ ഭൂപതിയായിരിക്കുന്ന രാജാധിരാജനായിരിക്കുന്ന ഭർത്താവിനെ സർവാത്മന
സർവാത്മന തൻ്റെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എല്ലാ ഹൃദയത്തോടും കൂടിയിട്ട് ഭർത്താവിനെ പതിം ഭേജേ ഭജിച്ചിരിക്കുന്നു. യജ്ഞേശം എപ്രകാരം യജ്ഞത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ ശ്രീർവധൂരിവ ആ ലക്ഷ്മീദേവി എപ്രകാരമാണോ ഭജിച്ചിരിക്കുന്നത് അതുപോലെ ആ സർവാത്മന എല്ലാവിധവും അർച്ചിസ് ആ പൃഥ്വിരാജാവിനെ ഭജിച്ചിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഇയം വധൂഹു കുലീനയായിരിക്കുന്ന ഇവൾ ധന്യയാണ്. യാച കാരണം ഭൂഭുജാം പതിം രാജാധിരാജനായിരിക്കുന്ന പതിം സ്വഭർത്താവിനെ ശ്രീ വധൂ ലക്ഷ്മീദേവി യജ്ഞേശം ഇവ യജ്ഞപതിയായിരിക്കുന്ന ശ്രീഹരിയെ എന്ന പോലെ ഏവം ഇങ്ങനെ സർവാത്മന എല്ലാവിധവും ഭേജേ ഭജിച്ചിരിക്കുന്നു. അഹോ ആശ്ചര്യം. എന്നുകൂടി പറയാം. ഇയം വധൂഹു കുലീനയായിരിക്കുന്ന ഇവൾ ധന്യയാണ്. യാച കാരണം ഭൂഭുജാം പതിം രാജാധിരാജനായിരിക്കുന്ന പതിം അസുഭർത്താവിനെ ശ്രീ വധൂ ലക്ഷ്മീദേവി യജ്ഞേശം ഇവ യജ്ഞപതിയായിരിക്കുന്ന ശ്രീഹരിയെ എന്ന പോലെ യജ്ഞേശം എന്ന് പറഞ്ഞാൽ യജ്ഞപതിയായിരിക്കുന്ന ശ്രീഹരിയെ എന്ന പോലെ ഏവം ഇങ്ങനെ സർവാത്മന എല്ലാവിധത്തിലും ഭേജയെ ഭജിച്ചിരിക്കുന്നു. അഹോ ആശ്ചര്യം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഇയം വധൂ ധന്യ യാച ഭൂഭുജാം പതിം ശ്രീ വധൂ യജ്ഞേശം ഇവ ശ്രീഹരിം ഏവം സർവാത്മന ഭേജേ. അഹോ എന്നുകൂടി പറയാം. ഇയം വധൂ ധന്യ യാച ഭൂഭുജാം പതിം ശ്രീ വധൂ യജ്ഞേശം ഇവ ഏവം സർവാത്മന ഭേജേ. അഹോ കുലീനയായിരിക്കുന്ന ഇവൾ ധന്യയാണ്. കാരണം രാജാധിരാജനായിരിക്കുന്ന സ്വഭർത്താവിനെ ലക്ഷ്മീദേവി യജ്ഞപതിയായിരിക്കുന്ന ശ്രീഹരിയെ എന്ന പോലെ ഇങ്ങനെ എല്ലാവിധവും ഭജിച്ചിരിക്കുന്നു. അഹോ ആശ്ചര്യം. അപ്പോൾ അർച്ചിസ് അത്യന്തം ധന്യ തന്നെ ശ്രീ ഭഗവതി മഹാവിഷ്ണുവിനെ എന്ന പോലെ അവൾ ആ ചക്രവർത്തിയായിരിക്കുന്ന പൃഥുവിനെ സർവാത്മനാ ഭജിച്ചുവല്ലോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലക്ഷ്മിയായ വധു യജ്ഞേശ്വരനെ എന്ന പോലെ ഇവൾ രാജാധിരാജനായിരിക്കുന്ന ഭർത്താവിനെ സർവാത്മനാ പിന്തുടർന്ന് ഈ വധു ധന്യ എന്നതിൽ സംശയം ഇല്ല. സർവരാജാക്കന്മാരെയും പരിപാലിച്ചിരുന്ന ആ ഭർത്താവിനെ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ ശ്രീദേവി എന്ന പോലെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ആ രാജ്ഞി മഹാധന്യ തന്നെ. ഈ വിധം വരുന്നത് ലോകത്തിൽ ആശ്ചര്യം തന്നെ. അതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ജഗതുഹു ദേവ്യ ഊജുഹ ദേവി പറയുന്നു, ദേവിമാർ പറയുന്നു അഹോ അല്ലെ ആശ്ചര്യം. ഇയം വധൂർധന്യ ഈ വധു വളരെ ധന്യയാണ്. യഥ എന്തുകൊണ്ടാണ്? സർവാത്മന എല്ലാവിധത്തിലും പതിം സേവേദേ പതിയെ സേവിച്ചിരുന്നു. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം. അഹോ ആശ്ചര്യം തന്നെ. ഇയം വധൂർധന്യ ഈ വധു ആയിരിക്കുന്ന ആർച്ചിസ് ധന്യാണ്. വധൂർധന്യ യഥാ കാരണം സർവാത്മന എല്ലാവിധത്തിലും അവൾ ആ പതിം സേവത്തെ പതിയെ സേവിച്ചിരുന്നു. അപ്പോൾ അഹോ ഇയം വധൂർധന്യ യതഃ സർവാത്മന പതിം സേവത്തെ എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. ഒന്നുകൂടി പറയാം. അഹോ ഇയം വധൂർധന്യ യതഃ സർവാത്മന പതിം സേവത്തെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. 26-ാമത്തെ ശ്ലോകം. 26-ാമത്തെ ശ്ലോകം. സൈഷാ നൂനം വ്രജത്യൂർധ്വമനു വൈന്യം പതിം സതി പശ്യതാസ്മാനദീത്യാർച്ചിർ ദുർവിഭാവ്യേന കർമ്മണ. സൈഷാ നൂനം വ്രജത്യൂർധ്വമനുവൈന്യം പതിം സതി
സാ ഏഷ പതിവ്രതയായിരിക്കുന്ന ആ അർച്ചിസ് ദുർവിഭാവ്യേന അന്യർക്ക് അസാധ്യമായിരിക്കുന്ന കർമ്മത്താൽ ആ പതിയെ ഭർത്താവായിരിക്കുന്ന വൈന്യം ആ പതിയെ പിന്തുടർന്നു, പൃഥുവിനെ പിന്തുടർന്നു. അസ്മാൻ നമ്മളെയും മറികടന്ന് അവളെ മേലോട്ട് പോകുന്നു. നമ്മളെയൊക്കെ മറികടന്ന് അവൾ മേലോട്ട് പോവുകയാണ്. നൂനം നിശ്ചയമാണ്, കണ്ടാലും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സൈഷാ നൂനം വ്രജത്യൂർധം അനുവൈന്യം പതിം സതി. സതിയായിരിക്കുന്ന ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും സാ ഏഷ ആ ആർട്ടിസ്റ്റ് സതി പതിവ്രതയായിരിക്കുന്ന ആർട്ടിസ്റ്റ് നൂനം നിശ്ചയമായും ആ മേലോട്ട് അതീത്യ ഊർധ്വം വ്രജത്യൂർധ്വം അനു പതിവ്രതയായിരിക്കുന്ന ആ ആർട്ടിസ്റ്റ് അന്യർക്ക് അസാധ്യമായിരിക്കുന്ന ദുർവിഭാവ്യേന അന്യർക്ക് അസാധ്യമായിരിക്കുന്ന കർമ്മങ്ങളാലാണ് ആ ഭർത്താവായിരിക്കുന്ന പൃഥുവിനെ പിന്തുടർന്നിട്ട് അസ്മാൻ നമ്മളെയും നമ്മളെയൊക്കെ മറികടന്നിട്ട് ഊർധ്വം മേലോട്ട് വ്രജതി പോകുന്നു. നൂനം ഇത് നിശ്ചയമാണ്, പശ്യത കണ്ടാലും. ഇതിലത്തെ പദങ്ങൾ നോക്കാം. സതി പതിവ്രതയായിരിക്കുന്ന സാ ഏഷ ആ ഈ അർച്ചിസ് ദുർവിഭാവ്യേന അന്യർക്ക് അസാധ്യമായിരിക്കുന്ന കർമ്മത്താൽ പതിം ഭർത്താവായിരിക്കുന്ന വൈന്യം പൃഥുവിനെ പിന്തുടർന്ന് അസ്മാൻ നമ്മളെയും അതീത്യ മറികടന്ന് ഊർധ്വം മേലോട്ട് വ്രജതി പോകുന്നു. നൂനം നിശ്ചയം, പശ്യത കണ്ടാലും. ഇന്നും കൂടി പറയാം. സതീ പതിവ്രതയായിരിക്കുന്ന സാ ഏഷ ആ ഈ അർച്ചിസ് ദുർവിഭാവ്യേന അന്യർക്ക് അസാധ്യമായിരിക്കുന്ന കർമ്മത്താൽ പതിം ഭർത്താവായിരിക്കുന്ന വൈന്യം പൃഥുവിനെ പിന്തുടർന്ന് അസ്മാൻ നമ്മളെയും അതീത്യ മറികടന്ന് ഊർധ്വം മേലോട്ട് വ്രജതി പോകുന്നു. നൂനം നിശ്ചയം, പശ്യത കണ്ടാലും. അതിലത്തെ അന്വയം വന്നിട്ട് സതീ സാ ഏഷ അർച്ചി ദുർവിഭാവേന കർമ്മണ പതിം വൈന്യം അസ്മാൻ അതീത്യ ഊർധ്വം വ്രജതി നൂനം പശ്യത. എന്നുകൂടി പറയാം. സതീ സാ ഏഷ അർച്ചി ദുർവിഭാവേന കർമ്മണ പതിം വൈന്യം അസ്മാൻ അതീത്യ ഊർധ്വം വ്രജതി നൂനം പശ്യത. പതിവ്രതയായിരിക്കുന്ന ഈ അർച്ചിസ് അന്യർക്ക് അസാധ്യമായിരിക്കുന്ന കർമ്മത്താൽ ഭർത്താവായിരിക്കുന്ന പൃഥുവിനെ പിന്തുടർന്ന് നമ്മളെയും മറികടന്ന് മേലോട്ട് പോകുന്നു. ഇത് നിശ്ചയമാണ്, കണ്ടാലും. അപ്പോൾ അവൾ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കർമ്മവൈഭവമുള്ളവളാകയാൽ ആ ഭർത്താവായിരിക്കുന്ന പൃഥുവോടൊപ്പം ഉടനെ പരമഗതിയെ പ്രാപിക്കുന്നത് കണ്ടാലും എന്നുള്ളതാണ് പറഞ്ഞത്. ലക്ഷ്മിയായ വധു യജ്ഞേശ്വരനെ എന്ന പോലെ ഇവൾ രാജാധിരാജനായിരിക്കുന്ന ഭർത്താവിനെ സർവാത്മന പിന്തുടർന്ന് ഈ വധു ധന്യ എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പതിവ്രതയായിരിക്കുന്ന അർച്ചിസ് ദുർവൃത്തകൾക്ക് ഒരിക്കലും സാധിക്കാത്ത ഉത്കൃഷ്ട കർമ്മത്താൽ നമ്മളെപ്പോലും അതിക്രമിച്ച് വേനപുത്രനായിരിക്കുന്ന ഭർത്താവുമൊത്ത് ഉത്കൃഷ്ടഗതി പ്രാപിക്കുന്നു, സംശയമില്ല, ഇത് കാണുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ സർവ രാജാക്കന്മാരെയും പരിപാലിച്ചിരുന്ന സ്വഭർത്താവിനെ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ ശ്രീദേവി എന്ന പോലെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന രാജ്ഞി മഹാധന്യ തന്നെ ഈ വിധം വരുന്നത് ലോകത്തിൽ ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞു. അഖണ്ഡ ഐശ്വര്യ പദവിയെ ഉപേക്ഷിച്ച് ഭർത്തൃസഹിതയായിരിക്കുന്ന തപോവനത്തിൽ വെച്ച് ദുഷ്കരമായിരിക്കുന്ന തപസ്സിനെ ആചരിക്കുക, ഭർത്തൃചിതയിൽ ശരീരം സമർപ്പിക്കുക എന്നീ കർമ്മങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് മനസ്സാ സങ്കല്പിക്കാൻ കൂടെ കഴിയാത്തവയാകുന്നു. കർമ്മത്തിൻ്റെ മാഹാത്മ്യ നിമിത്തം ഈ പതിവ്രതയായിരിക്കുന്ന അർച്ചിസ് ഭർത്തൃസഹിതയായിട്ട് നമ്മളുടെ ലോകങ്ങളെയും അതിക്രമിച്ചുകൊണ്ട് ഊർധ്വലോകത്തേക്ക്
വൈകുണ്ഠത്തിലേക്ക് പോകുന്നതിനെ നോക്കുവിൻ. പതിവ്രതകൾക്ക് സ്ഥാനം വൈകുണ്ഠമാണെന്ന് സാരം. ഇതാണ് പറഞ്ഞിരിക്കണം. അപ്പം നമുക്ക് വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ കിംച യാസ്മാനദീത്യ പത്യ എന്നാൽ യാസ്മാനദീത്യ നമ്മളെയൊക്കെ അപേക്ഷിച്ച് ആ പതിയുടെ സഹോർദ്ധം പതിയുടെ കൂടെ ആ മുകളിലേക്ക് വ്രജതി അതാ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കിംച യാസ്മാനദീത്യ നമ്മളെ അപേക്ഷിച്ച് ഇവള് വളരെ ധന്യാണ്, ഇവളെന്ത് ചെയ്യണു? പത്യാ സഹോർദ്ധം ആ പതിയോട് കൂടിയിട്ട് ആ ഊർധ്വലോകത്തിലേക്ക് സ്വർഗലോകത്തിലേക്ക് വ്രജതി പോകുന്നു എന്നുള്ളതാണ് ഇത്തെ വ്യാഖ്യാനം. കിംച യാസ്മാനദീത്യ പത്യാ സഹോർധ്വം വ്രജതി. കിംച യാസ്മാനദീത്യ പത്യാ സഹോർധ്വം വ്രജതി എന്നുള്ളതാണ് ഇത്തെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. അടുത്ത ശ്ലോകം 27. തേഷാം ദുരാപം കിം ത്വന്യന്മർത്യാനാം ഭഗവൽപദം ഭുവി ലോലായുഷോ യേ വൈ നൈഷ്കർമ്മ്യം സാധയന്ത്യുത. തേഷാം ദുരാപം കിം ത്വന്യന്മർത്യാനാം ഭഗവൽപദം ഭുവി ലോലായുഷോ യേ വൈ നൈഷ്കർമ്മ്യം സാധയന്ത്യുത. യാതൊരുവര് ആ ആയുസ്സിന് ഇത്രയെന്ന് ഉറപ്പ് ഇല്ലാത്തവരായിട്ട് കൂടിയിട്ട്, ലോലായുഷ എന്ന് പറഞ്ഞാൽ ആയുസ്സിന് ഇത്രയൊക്കെ ഉറപ്പ് ഇല്ലാത്തവരായിട്ട് കൂടി യാതൊരുവർ ആ ഭൂമിയിലെ ആ ഭഗവത് പ്രാപ്തിക്ക് ഉപയുക്തമായിരിക്കുന്ന ആ സർവകർമ്മ നിവൃത്തി എന്ന അവസ്ഥ അതിനെ നേടിക്കൊണ്ടിരിക്കുന്നുവോ ആ മർത്യനെ, ആ മനുഷ്യർക്കാകട്ടെ ദുർലഭമായിട്ട് അന്യത്യം വേറെ എന്തുണ്ട്? തേഷാം ദുരാപം തേഷാം മർത്യാനാം തു ആ മനുഷ്യർക്കാകട്ടെ ദുരാപം കിം എന്താണ് ദുർലഭം ആയിട്ടുള്ളത്, വേറെ എന്തുണ്ട് എന്നുള്ളതാണ്. മർത്യാനാം ഭഗവൽപദം ആ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭുവി ലോലായുഷോ ആ ഭൂമിയിൽ ആ ഭഗവത് പ്രാപ്തിക്ക് ഉക്തമായിരിക്കുന്ന യേ വൈ നൈഷ്കർമ്മ്യം ആ സർവകർമ്മ നിവൃത്തി എന്ന അവസ്ഥ അതിനെ നേടിക്കൊണ്ടിരിക്കുന്നുവോ, സാധയന്തിത അതിനെ സാധന ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ മർത്യന് മനുഷ്യർക്കാകട്ടെ ദുർലഭമായിട്ട് വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അതിലത്തെ പദങ്ങൾ യാതൊരുവർ ലോലായുഷ വൈ ആയുസ്സിന് ഇത്രയെന്ന ഉറപ്പില്ലാത്തവരായിട്ടും കൂടി ഭുവി ആ ഭൂമിയിൽ ഭഗവത് പദം ഭഗവത് പ്രാപ്തിക്ക് ഉപയുക്തമായിരിക്കുന്ന നൈഷ്കർമ്മ്യം സർവകർമ്മ നിവൃത്തി എന്ന അവസ്ഥ സാധയന്തി ഉത നേടിക്കൊണ്ടിരിക്കുന്നുവോ തേഷാം ആ മർത്യാനാം തു ആ മനുഷ്യർക്കാകട്ടെ ദുരാപം ദുർലഭമായിട്ട് അന്യത്യം വേറെ എന്തുണ്ട്? ഒന്നും കൂടി പറയാം. യാതൊരുവർ ലോലായുഷ വൈ ആയുസ്സിന് ഇത്രയെന്ന് ഉറപ്പില്ലാത്തവരായിട്ട് കൂടി ഭൂമിയിൽ ഭഗവത് പദം ഭഗവത് പ്രാപ്തിക്ക് ഉപയുക്തമായ നൈഷ്കർമ്മ്യം സർവകർമ്മ നിവൃത്തി എന്ന അവസ്ഥ സാധയന്തി ഉത നേടിക്കൊണ്ടിരിക്കുന്നുവോ തേഷാം ആ മർത്യാനാം തു മനുഷ്യർക്കാകട്ടെ ദുരാപം ദുർലഭമായിട്ട് അന്യത്യം വേറെ എന്തുണ്ട്? അപ്പോൾ ലോലായുഷ വൈ ഭുവി ഭഗവത്പദം നൈഷ്കർമ്മ്യം സാധയന്തി ഉത തേഷാം തു ദുരാപം അന്യത്യം എന്നുള്ളതാണ് ഇതിൻ്റെ അന്വയം. ലോലായുഷ വൈ ഭുവി ഭഗവത്പദം നൈഷ്കർമ്മ്യം സാധയന്തി ഉത തേഷാം മർത്യാനാം തു ദുരാപം അന്യത്യം. അതായത് യാതൊരുവർ ആ ആയുസ്സിന് യാതൊരു ഉറപ്പില്ലാത്തവരും ആയിട്ട് കൂടി ആ ഭൂമിയിൽ ആ ഭഗവത് പ്രാപ്തിക്ക് ഉപയുക്തമായിരിക്കുന്ന ആ സർവകർമ്മ നിവൃത്തി എന്ന അവസ്ഥ
അതിനെ നേടിക്കൊണ്ടിരിക്കുന്നുവോ ആ മനുഷ്യർക്കാകട്ടെ ദുർലഭമായിട്ട് മറ്റ് വേറെ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ഭൂമിയിൽ ആയുസ് കുറവാണ്. ആ കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഈശ്വര സേവ ചെയ്ത് ആ നൈഷ്കർമ്മ്യാവസ്ഥ പ്രാപിച്ചവർക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. മോക്ഷപ്രാപ്തിക്ക് അർഹമായിരിക്കുന്ന മനുഷ്യജന്മം ലഭിച്ചിട്ടും അതിനെ വിഷയാസക്തി കൊണ്ട് നശിപ്പിക്കുന്നവൻ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ആത്മഹത്യാപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. വഞ്ചിക്കപ്പെട്ടവനായിട്ട് ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണു എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് ആയുസ് കുറവാണ്. ആ കാലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശ്വര സേവ ചെയ്ത് നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് അസാധ്യമായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഇതിലത്തെ ചോദ്യം. ഭൂമിയിൽ ക്ഷണികമായിരിക്കുന്ന ആയുസ്സുള്ളവരാണെങ്കിലും ആ ഭഗവത് പ്രാപ്തി സാധനമായിരിക്കുന്ന ജ്ഞാനം ഇത്രയും കാലം കൊണ്ട് സാധിക്കുന്നവർക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഇതിലത്തെ ചോദ്യം. അപ്പോൾ അഹോ മരണധർമ്മികളായിരിക്കുന്ന ഭൂലോകവാസികൾക്ക് ലഭിക്കാൻ കഴിയാത്തത് ഒന്നും ഇല്ലെന്ന് വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മരണമില്ലാത്തവരായിരിക്കുന്ന നമ്മളെ നോക്കുമ്പോൾ മർത്യന്മാരുടെ ആയുഷ്കാലം എത്രയോ തുച്ഛവും ചഞ്ചലവും ആയിരിക്കെ ആ നിഷ്കാമ കർമ്മത്താൽ ലഭ്യമായിരിക്കുന്ന ഭഗവത് ലോകത്തെ അവർ പ്രാപിക്കുന്നുവല്ലോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ഭുവി യേ ചഞ്ചലായുഷോപി, ആ ഭൂമിയിൽ ഈ ആയുസ് വളരെ ചഞ്ചലം ആണ്. അവർ അങ്ങനെയുള്ള ആയിട്ട് കൂടി ഭഗവത് പദത്തിനായിട്ട് സാധന ചെയ്യുന്നവർക്ക് തേഷാം അന്യത്, അവർക്ക് ദേവാദിപദം കിം ദുർലഭം, എല്ലാ ആ ദേവന്മാരുടെയും പദം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, ദുർലഭം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭുവി യേ ചഞ്ചലായുഷോപി, ഈ ഭൂമിയിൽ ഈ ആയുസ് വളരെ ചഞ്ചലം ആണെങ്കിൽ കൂടി ഭഗവത് പദം സാധയന്തി, ഭഗവത് പദത്തെ സാധന ചെയ്തുകൊണ്ട് തേഷാമന്യത്, വേറെ മറ്റൊന്നിലും ശ്രദ്ധ വെക്കാതെ ദേവാദിപദം, വേറെ ഒരു പദം ദേവൻ്റെ പദത്തിൽ കിം ദുർലഭം, എന്തുകൊണ്ട് അവർക്ക് ദുർലഭമാണ്, അവർക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഭൂയും യേ ചഞ്ചലായുഷോപി ഭഗവത് പദം സാധയന്തി തേഷാം അന്യത് ദേവാദിപദം കിം ദുർലഭം, ഭഗവത് പദം തന്നെ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ 27ാമത്തെ ശ്ലോകം വരെ.